ദിവസം എനിക്കിത് ഇങ്ങനൊരു കമന്റ് വന്നിട്ടുണ്ടായി. ഈ വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ ഉള്ള മാതിരി മൈക്കും കാര്യങ്ങളൊന്നും എന്റെ കയ്യിലില്ല. അങ്ങനെ വരുമ്പം എനിക്ക് എങ്ങനെയാ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുക? മൈക്ക് ഇല്ലാതെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഒരുപാടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യും എന്നിങ്ങനെ കുറെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ആ ഡൗട്ട്സ് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടാൻ പോവാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു സത്യം പറഞ്ഞാലില്ലേ, നിങ്ങൾക്ക് എന്റെ ദേഹത്ത് എവിടെയെങ്കിലും മൈക്രോഫോൺ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ആക്ച്വലി മൈക്ക് യൂസ് ചെയ്യാറില്ല. ഞാൻ എന്റെ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഡേ തൊട്ട് ഞാൻ ഇതുവരെയും ഒരു മൈക്ക് എന്ന് പറയുന്ന സാധനം വാങ്ങിയിട്ടില്ല. ഇൻസ്റ്റന്റ് ഞാൻ എന്റെ കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഈ ട്രൈപോഡ് മാത്രമാണ്. ഒരു മൈക്ക് പോലും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ടും എന്റെ ഈ ഒരു വോയിസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? അതിന് ഞാൻ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ പറയാം. അതാണ് ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോട്ടോ. ആക്ച്വലി എനിക്ക് കുറച്ച് നാൾ മുന്നേ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ചിട്ട്. ഇങ്ങനെ ഒരു കമന്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഓർത്തപ്പോ അതിനെ കുറിച്ചൊരു വീഡിയോ എന്തായാലും ഇടാം. കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. അപ്പൊ ശരിക്കും ഞാൻ എന്താ ചെയ്യണേന്ന് അറിയോ? ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ വീഡിയോ എടുക്കാനൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഫാനും കാര്യങ്ങളും ഒന്നും ഇടാതിരിക്കും ഞാൻ. കാരണം അതാണ് ഏറ്റവും, ഈ ഫാനിന്റെ വെച്ചാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആയിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. സോ ഫാൻ ഓഫ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കുറച്ചെങ്കിലും ഒരു നോയ്സ് റെഡ്യൂസ് ആയി കിട്ടും. അതായത് ഇല്ലേ, നമ്മളെ കൊണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന നോയ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇപ്പൊ ആൾക്കാർ സംസാരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ട്രാഫിക് നോയ്സ് ആണെന്നുണ്ടെങ്കിൽ വിൻഡോസ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്തിടുക, അവരെക്കും ഇല്ലാത്ത റൂമിലൊക്കെ പോയി വീഡിയോ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതെല്ലാം ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഫോൺ തന്നെ മൈക്രോഫോൺ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതല്ല, ഞാൻ ഒരു ഫോണിന്റെ വായിട്ട് ഇവിടെ പിടിച്ചിട്ടില്ലേ, അതെന്താണെന്നറിയോ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു എക്സ്ട്രാ രണ്ടാമതൊരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ മൈക്രോഫോൺ റീജിയറ്റ് അവിടെ നമ്മൾ ഇങ്ങനെ വെച്ച് സംസാരിച്ചാൽ മതിയാവും. അതായത് നമുക്ക് ഈ ഒരു ഫോണില് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ സൗണ്ട് റെക്കോർഡർ എടുക്കുക, ഇതിൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക, അതിൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ ഇങ്ങനെ വെച്ച് സംസാരിക്കാം. ഇനി എന്താ ചെയ്യണമെന്ന് അറിയോ? നമ്മുടെ ഒരു വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഇതിലുള്ള ആ വോയിസ് റെക്കോർഡർ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഫോണിലേക്ക് അയക്കുക. ആ ഒരു വോയിസ് നമ്മളെ വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രണ്ട് ഫോണൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. ഇനി ഫോൺ ഇല്ല, എന്റെ കയ്യിൽ ഹെഡ്സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? നമ്മൾ വോയിസ് ഓവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്റെ ഫ്രണ്ടിൽ ഒരു എനർജി ഇല്ലാതെ ഇങ്ങനെ, ഹലോ ഇന്ന് ഞാൻ വീഡിയോയിൽ ഇടാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ഐറ്റം ആണ്, അങ്ങനെ പതുക്കെ സംസാരിക്കുന്നു. ലൈക്ക് പതുക്കെ സംസാരിക്കുന്നവരുണ്ടാവും, പക്ഷെ ആ പതുക്കെ സംസാരിക്കുന്ന ഒരു എനർജി ഉണ്ടാവണം. നമ്മൾ എങ്ങനെ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മുടെ സൗണ്ടിൽ ഒരു എനർജി ഉണ്ടാവണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളെ കേൾക്കുന്നവർക്ക് ഒരു ഗുമ്മ തോന്നുള്ളൂ, എന്നാൽ മാത്രമേ അവർ ആ ഒരു വീഡിയോ ഫുള്ള് കാണുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കാം. നമ്മുടെ എനർജി, നമ്മുടെ സൗണ്ടിൽ ഒരു എനർജി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീഡിയോ അടിപൊളിയാവും. ഓക്കെ, ഇനി മെയിൻ കാര്യത്തിലേക്ക് വരാം. ഞാൻ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് ആപ്പാണ് CapCut എന്ന് പറയുന്ന ആപ്പ്. നമ്മൾ ഈ ഒരു CapCut എന്ന് പറയുന്ന ആപ്പിൽ ഒരു ഹിഡൻ ഫീച്ചർ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിനെ കുറിച്ച് ലൈക്ക് ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഈ ഒരു ഓപ്ഷൻ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പക്ഷെ ശരിക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ഒരു ഫീച്ചർ എല്ലാ CapCut യൂസേഴ്സിനും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. സോ അതെന്താന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ CapCutൽ എൻ്റെ ഒരു എഡിറ്റഡ് വീഡിയോ ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിൽ എനിക്ക് വേണ്ട ക്ലിപ്പ് ഞാൻ സെലക്ട് ചെയ്തിട്ട് താഴെ എൻഹാൻസ് വോയിസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതെല്ലാം ടേൺ ഓൺ ചെയ്യാന്നുള്ള ഒരു സംഭവമാണ്. ഇതെല്ലാം നമ്മൾ ഇതുപോലെ 100ലേക്കൊക്കെ ആക്കി ഫുൾ ആക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കണ്ടോ, ഇതിങ്ങനെ എൻഹാൻസ് ആയിക്കൊണ്ടിരിക്കും. ആ ഒരു ക്ലിപ്പ് മാത്രമേ ആവുള്ളൂ കേട്ടോ. ബാക്കി ക്ലിപ്പ് നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്ത് എൻഹാൻസ് കൊടുക്കണം. അപ്പോൾ ഇത് 100 ആയി കഴിയുമ്പോൾ എൻ്റെ വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പൊ ആ ഡൗട്ട്സ് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടാൻ പോവാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇനി ആ എൻഹാൻസ് ചെയ്യാൻ മാറ്റിയിട്ട് എന്റെ ഒറിജിനൽ ക്ലിപ്പ് കേൾപ്പിച്ചു തരട്ടെ. അപ്പൊ ആ ഡൗട്ട്സ് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടാൻ പോവാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആ ഡിഫറൻസ് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കണു. അപ്പൊ മനസ്സിലായി, ലൈക്ക് എക്യുപ്മെന്റ് ഇല്ലാതെ നമുക്ക് സിംപ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഞാൻ ഇപ്പൊ ഈ കാണിച്ചു തന്നിട്ടുള്ളത്. എന്റെ അമ്മ എന്റെ അടുത്ത് എന്താ ചോദിക്കണേന്ന് അറിയോ? എനിക്കൊരു മൈക്ക് വാങ്ങണ്ടേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ പറയും വേണ്ട. ബിക്കോസ് എന്തിനാ? കാരണം ഇങ്ങനെ ഒരു ഫീച്ചർ നമ്മുടെ CapCutൽ ഉണ്ട്. അപ്പൊ വെറുതെ ഞാനൊരു മൈക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. സോ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് വെറുതെ ഒരു മൈക്ക് വാങ്ങിച്ചത് നിങ്ങളുടെ പൈസ കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു ഫീച്ചർ നമ്മൾ ഈ ഒരു CapCutൽ ചെയ്താൽ മതിയാവും. ഇനി CapCut ഇല്ല എന്ന് പറയുന്നവരുണ്ടാവും. ഞാൻ CapCutലല്ല ചേച്ചി എഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നവർക്കുള്ള അടുത്ത സൊല്യൂഷൻ ഞാൻ തരാം. നമ്മുടെ ഇൻഷോട്ട് വഴിയൊക്കെ എഡിറ്റ് ചെയ്യുന്നവരുണ്ടാവൂലേ? അപ്പൊ ഇൻഷോട്ടൊക്കെ വഴി എഡിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോയ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതെന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇൻഷോട്ടിൽ എങ്ങനെയാണെന്നറിയോ? ഇൻഷോട്ടിൽ നമ്മൾ എഡിറ്റഡ് വീഡിയോ എടുത്ത് വെക്കുക. അതിൽ ഈ ഒരു വോയിസ് എൻഹാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് ഇൻഷോട്ട് പ്രോ ആയിട്ടുള്ളവർക്ക് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഒരു തവണ ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഷോട്ട് പ്രോ യൂസ് ചെയ്യണം കേട്ടോ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് നമ്മുടെ ഈ ഒരു വോയിസ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൽ നോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വോയിസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ആയി കിട്ടുന്നുണ്ടാവും കേട്ടോ. ഇനി പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്താലും ചിലരില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യും. മ്യൂസിക് ആഡ് ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷെ ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മുടെ ഈ ഒരു വോയിസ് ഓവറിനെക്കാളും കുറച്ചുകൂടെ മേളിൽ നിൽക്കും. അതായത് നമ്മുടെ വോയിസ് നമുക്ക് കേൾക്കുന്നേക്കാളും കൂടുതൽ ആ മ്യൂസിക് ആയിരിക്കും നമ്മൾ കേൾക്കുന്നുണ്ടാവുക. അത് ആൾക്കാർക്ക് കേൾക്കുന്നവർക്കൊക്കെ ഭയങ്കര അരോചകമായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നമ്മുടെ ഒരു വോയിസും തമ്മിൽ സിങ്ക് ഉണ്ടാവണം. അതായത് മ്യൂസിക് കേൾക്കാനും പറ്റണം, നമ്മുടെ വോയിസിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവണം. ആ ഒരു even though the music is there, we still have that fresh clarity in our sound. ആ ഒരു സംഭവം അവിടെ വർക്ക് ആവണം. അത് നമ്മുടെ ഒരു പാട്ട് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ വോയിസിന് അവിടെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ശ്രദ്ധിക്കുക, നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറച്ചിടുക, കേൾക്കാൻ പറ്റുന്ന രീതിയിലാക്കുക, നമ്മുടെ വോയിസ് കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്ന രീതിയിലാക്കി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, ഇനി മൈക്രോഫോൺ വാങ്ങണോ എന്ന് ചോദിക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ CapCutൽ വോയിസ് എൻഹാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥിതിക്ക് ഒരു മൈക്രോഫോൺ വേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ലുലുവിൽ എന്നിട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ പബ്ലിക് ആയിട്ട്. അവിടെ അറിയാമല്ലോ നല്ല ഒച്ചയും ബഹളം ഒക്കെ ഉള്ളതാണ്. അപ്പൊ അവിടെ നിന്നിട്ട് ഞാൻ എടുത്തിട്ട് ഈ ഒരു എൻഹാൻസ് ഓപ്ഷൻ കൊടുത്ത സമയത്ത് നല്ല ക്രിസ്റ്റൽ ക്ലാരിറ്റി ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഫുള്ള് പോയി അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായി. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസിൽ കുറെ ഇനി ഭയങ്കര എത്ര വലിയ സൗണ്ട് ആണെങ്കിലും ഈ CapCutൽ തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ എന്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു സംഭവം നിങ്ങളുടെ വീഡിയോസിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻഹാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ വെറുതെ മൈക്രോഫോൺ വാങ്ങി പൈസ കളയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിന്നാണ് എന്റെ വിശ്വാസം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആണെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.